ഗൈസ് എ ഡേ ഇൻ മൈ ലൈഫ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരാണ് എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ എന്തായാലും ആലുവ വരെ ഒന്ന് ജസ്റ്റ് പോവുകയാണ്. അപ്പം ആ പോകുന്ന പോക്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി ഈ ഡേ ഒന്ന് എന്നാ വേണ്ടത്, ഈ വീടിന് വെളിയിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഗൈസ് അങ്ങനെ നമ്മൾ ആലുവയിലെത്തി. ഇതാണ് ആലുവ പോലീസ് ക്വാർട്ടേഴ്സ്. ഇവിടെ നമ്മൾ ഈ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ ഗൈസ് നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പെറ്റി അടയ്ക്കാൻ വന്നതല്ല. അങ്ങനെ നമ്മൾ സ്റ്റേഷനകത്തോട്ട് നിങ്ങൾ ഏത് പ്രതിയാണ് ആദ്യം ഒരു ചോദിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് ആലുവ അത് ടെസ്റ്റ് കണക്കായിരുന്നു. ഇത് വാ അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനകത്ത് ജിമ്മ് പരിചയപ്പെട്ട് എല്ലാ ഭാഗത്തെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പറ്റുന്ന ഭാഗത്തൊക്കെ വീഡിയോ എടുത്തതിന് അതിനകത്ത് ഇടുന്നതാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ആലുവ സ്റ്റേഷനിൽ നിന്ന് പോവാണ്. വലിയ വർക്ക് ചെയ്യുന്നു. ഇല്ലേ അതല്ലേ എവിടെയാ? ആ ഞങ്ങൾ ഈ പറഞ്ഞ ലൊക്കേഷനിലെത്തി. എവിടെയാ? ഇവിടെ ഒരു ഫാം ഫ്രഷ് എഗ്. ഒരു ബ്ലൂ ഡാർട്ടിന്റെ വിധം കയറി വരുന്നുണ്ടോ? ഒരു ബ്ലൂ ഡാർട്ടിന്റെ ഇപ്പൊ വരാം. ഒരു മണിക്കൂർ അവിടെ ലേറ്റ്. ഗൈസ് അങ്ങനെ ഞങ്ങള് ആലുവ സ്റ്റേഷനിൽ നിന്ന് പോന്നു. ഇപ്പത്തെ ശ്യാമിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. സത്യം പറയുന്നതല്ലേ തൊഴിലുറപ്പിന്റെ സ്ഥലം. ഒരു സെറ്റപ്പോലെ ചുമ്മാ ഇറങ്ങിയ നിന്നെ കാണാൻ. ആ ഗൈസ് അവന് വിശ്വാസമാകുന്നില്ല. സത്യം പറടാ, കള്ളക്കടത്തല്ലേ എന്റെ ജോലി. ഇവനിവിടെ കള്ളക്കടത്താണ് ഗൈസ്. സ്റ്റൈലാണ്, വെയിലാണ്, അതാണ് സ്റ്റൈലല്ല. ഇതെവിടെ സ്ഥലം? ഇത് കളമശ്ശേരിയാന്ന് പറഞ്ഞിട്ട് കളമശ്ശേരിയായിട്ടൊരു ബന്ധമില്ലല്ലോ. കളമശ്ശേരിയാണ് റോഡ്. ഇവിടുന്ന് സ്മഗ്ലിംഗ് ആണ് എൻ്റെ തൊഴിൽ.
മൊത്തം ലോജിസ്റ്റ്. ബിസ്ക്കറ്റ് നടത്താം. ബിസ്ക്കറ്റ് മിഠായിയൊക്കെ കിടക്കും. ടാറ്റ. അപ്പൊ ഗൈസ് ഇവനെയും കണ്ടു നമ്മൾ. ഞാൻ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഒന്നും ഇടയായിട്ട് ഇറക്കിയിട്ടില്ല. മനസ്സിലായി, അതാണ് ലക്ഷ്യം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാക്കാതെ. അപ്പൊ നമുക്ക് അടുത്തോട്ട് പോകാം. ഞങ്ങൾക്ക് ഇനി കൂടുതൽ റിച്ച് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാ കണ്ട അന്നദാനം കൊടുത്തത്. ബിസിനസ് മീറ്റിംഗ് ഇനി നമുക്ക് ബിസിനസ് മീറ്റിങ്ങിന് പോവാം. ബ്രദേഴ്സ് ഒന്ന് കാണണ്ട. അങ്ങനെ ഞങ്ങള് ശ്യാമിനെ കണ്ട് ബിരിയാണിയും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നല്ല നട്ടുച്ച വെയിലത്താണ് ഇറങ്ങിയേക്കാണ്. ഇപ്പൊ നമ്മളെ സ്റ്റുഡിയോയിൽ കയറാൻ പോകാം. സത്യം പറയാം ഇവിടെ കയറുന്നത് ഒന്ന് മേടിക്കാൻ AC കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് സ്റ്റുഡിയോയ്ക്കകത്ത് വല്ലതും ഉണ്ടോ എന്നും കൂടി നോക്കാം. എല്ലാരും സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെയ്യുന്ന പോലെ ഞാൻ ഡ്രസ് ഇട്ടിട്ടുന്നു, കണ്ണാടിയിലും ഫോട്ടോ എടുക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. ഒന്നും മേടിച്ചില്ല, കുറച്ച് AC ഉണ്ട്. എല്ലാം നോക്കി വില വേറെ പട്ടികൾ കണ്ടിട്ട് പോകും. ഗൈസ് അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ വ്ളോഗ് തീർന്നിരിക്കുകയാണ്. നമ്മള് മടുത്ത് വൈറ്റമിൻ ഡിയുടെ കുറവാന്ന് പറഞ്ഞ് വെയിലത്തൊക്കെ പോയി വൈറ്റമിൻ ഡി കൊണ്ടുവന്നപ്പം ടയേർഡായി പണ്ടാറായി. അതെ, സാധാരണ വൈറ്റമിൻ ഡി കിട്ടുമ്പോൾ എനർജി വരുമെന്ന് പറഞ്ഞിട്ട് ക്ഷീണിച്ച് കുത്തിപ്പോയി. ഇപ്പൊ ഞങ്ങൾ ഇതേ പുതിയകാവിലെത്തി. ഇവിടുന്ന് നേരെ ഇനി വീട്ടിലോട്ടാണ്. ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീർന്നു. നമ്മൾ സ്റ്റേഷനിൽ പോയി ശ്യാമിനെ കണ്ട് സ്റ്റുഡിയോയിൽ പോയി, പിന്നെ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.